അപ്പോൾ ഞാൻ ദാ ഇന്ന് ചോറ് വയ്ക്കാനായിട്ട് എൻ്റെ വലിയ കലമാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. കാരണം എനിക്കിന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഗസ്റ്റ് ഉണ്ട് കേട്ടോ. എൻ്റെ മൂത്ത നാത്തൂനും മോളും മക്കളും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അവർ വരുമ്പോഴത്തേക്കും ഞാൻ ലഞ്ച് ഒരുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ലഞ്ച് ഒരുക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മ സുഖമില്ലാതെ കിടക്കുന്നതുകൊണ്ട് ഉമ്മയെ കാണാനാണ് ഇത്ര പെട്ടെന്ന് വരുന്നത്. ഒരു ബീട്രൂട്ട് തോരനും അവിയലും ഒരു പാവയ്ക്ക മെഴുക്ക് പുരട്ടിയും പിന്നെ ചൂര മീൻ കറിയും ചൂര പൊരിച്ചതും ആക്കി കളയാമെന്ന് വിചാരിച്ചു. കൂട്ടത്തിൽ ഒരു രസം കൂടി കാച്ചിയെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ അവിയലിൻ്റെ അരപ്പെല്ലാം സെറ്റാക്കി അവിയലും മീൻ കറിയും കൂടെ 2 ചട്ടിയിലായിട്ട് 2 അടുപ്പത്തായിട്ട് അങ്ങ് വെച്ചു കേട്ടോ. ഇത്താക്ക് മീൻ കറി പച്ച അരച്ച് വെക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ അത് തന്നെ ആയി കളയാമെന്ന് വിചാരിച്ചു. അതെല്ലാം അങ്ങ് വെന്ത് വന്നപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ബീട്രൂട്ട് തോരന് രസം അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബീട്രൂട്ട് തോരനൊന്ന് ഇളകി വന്നപ്പോഴത്തേക്ക് എൻ്റെ കലമാണെങ്കിൽ നല്ല ചൂടായി പുകയൊക്കെ വന്നു തുടങ്ങി. അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകെല്ലാം താളിച്ച് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ പുളിവെള്ളവും മസാലയും എല്ലാം ചേർത്ത് നല്ല മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് തക്കാളിയൊന്നും ഇടാനില്ലായിരുന്നു. ഇടാനില്ലാത്തതല്ല ഉണ്ടായിരുന്നു. പക്ഷേ അമ്മുക്കുട്ടിയെ കരുതി ഒരിടത്തും തക്കാളി ഒളിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഇനി ഒരു 10,000 കെട്ടേണ്ടി വരും ആ സാധനം ഒളിപ്പിക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ അതിനെ കൊണ്ടുപോയി ഒളിച്ചിരുന്ന് തിന്ന് കളയും കേട്ടോ. സമയത്തിന് നമ്മൾ നോക്കുമ്പോൾ സാധനം കാണുകയില്ല കേട്ടോ. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ മീനെല്ലാം വറുക്കാനായിട്ട് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. മീനും വറുത്ത് പാവയ്ക്ക മെഴുക്ക് പുരട്ടിയും കൂടെ അങ്ങ് ഉണ്ടാക്കിയാൽ സെറ്റാകും. പിന്നെ നമ്മളിവിടെ ഉണ്ടാക്കിയ അച്ചാറും ഉണ്ട് കേട്ടോ. നല്ല മാങ്ങ അച്ചാർ. അപ്പോൾ ഇത്രയും മതിയെന്ന് വിചാരിച്ചു. അങ്ങനെ അതെല്ലാം അടച്ചു വെച്ച് പാത്രമെല്ലാം കഴുകി തൂത്തെല്ലാം വാരി തുടച്ചെല്ലാം ഇട്ടിട്ട് ഞാൻ എന്താ ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ എൻ്റെ പൂച്ചക്കുട്ടികൾ ചോറ് തായോ എന്നും പറഞ്ഞുകൊണ്ട് ഫ്രണ്ടിൽ വന്നിരിക്കുവാണ് കേട്ടോ. ഞാനാണെങ്കിൽ എൻ്റെ പൂച്ചക്കുട്ടന്മാരെയൊക്കെ സമാധാനപ്പെടുത്തിയിട്ട് അവരൊക്കെ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കഴിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചുകൊണ്ട് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇരുന്നു. അപ്പോഴത്തേക്ക് അവരൊക്കെ എത്തിയിട്ട് അവർക്ക് അരുവിക്കര വീട്ടിലും കൂടെ പോയിട്ടാണേ വന്നത്. അങ്ങനെ ഇതാ എത്തിയപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ മൊബൈൽ കണ്ടത് എൻ്റെ ഇത്ത പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അവൾ വീഡിയോ എടുക്കാനായിട്ട് എത്തിയത്. എന്തോ ഇത്താടെ മുഖം വീഡിയോയിൽ വരുന്നത് ഇത്താക്ക് ഇഷ്ടമേ അല്ല. അപ്പോൾ ഇത്താടെ മോൻ്റെ മുടിയാണെങ്കിൽ ഇങ്ങനെ കെട്ടി പെൺപിള്ളേരെ പോലെ വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ കുറേ വഴക്കൊക്കെ കൊടുത്തു. അപ്പോൾ നമ്മുടെ മാവിലാണെങ്കിൽ നമ്മൾ ആരും കാണാത്ത ഒരു മാങ്ങ അവിടെ നിന്ന് കേട്ടോ. അപ്പോൾ ഇന്ന് വന്ന് ആ ഓട്ടോ മാമ അതിനെ കണ്ടുപിടിച്ചു. അങ്ങനെ ആ മാങ്ങയൊക്കെ നമ്മൾ തള്ളിയിട്ട് ഇതാ കൊച്ചിനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൊച്ചിനൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്ത കുനിഞ്ഞ് എന്നെ ഇരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് ഉമ്മാരെടുത്ത് പോയി കുറേ നേരം ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞതിന് ശേഷം കുറച്ച് മാങ്ങയും പുളിച്ചിക്കയൊക്കെ പറിച്ചും കൊണ്ട് അവരെല്ലാവരും വീട്ടിലോട്ട് തിരിച്ചു പോയി കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.